ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇറ്റലി വിസിറ്റിംഗ് വിസയ്ക്ക് എങ്ങനെ ഡയറക്റ്റായി അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് പ്രോസസ്സ്. മെയിൻ ടോപ്പിക്സ് പറയുന്നത് പാർട്ട് എ ജനറൽ ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് വിസ, പാർട്ട് ബി അപ്ലിക്കേഷൻ ഫില്ലിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, പാർട്ട് സി VFS അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ്. ഇതൊക്കെയാണ് വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പാർട്ട് എ ജനറൽ ഇൻസ്ട്രക്ഷൻസ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. www.visa.vfsglobal.com/en/ita. ഇതാണ് വെബ്സൈറ്റ് ലിങ്ക്. ഇതിൽ ലോഗിൻ ചെയ്യുക. സോ ഈ വെബ്സൈറ്റിൽ 4 ടാബ് കാണാം. അപ്ലൈ ഫോർ വിസ, ബുക്ക് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ്, ഫൈൻഡ് എ സെൻറ്റർ, വിസ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് എന്നൊരു ഹെഡിങ് കാണാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറ്റലി എംബസി അപ്ഡേറ്റ്സ് ഒക്കെ ഈ ഒരു ന്യൂസ് ടാബിലാണ് കാണാൻ പറ്റുക. സോ ലെറ്റ്സ് ബിഗിൻ അവർ അപ്ലിക്കേഷൻ. സോ ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. എന്തെങ്കിലും ചെറിയൊരു ഇൻഫോർമേഷൻ മിസ്സായി കഴിഞ്ഞാൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടാവും. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ കാരണമായിരിക്കും ചിലപ്പോൾ വിസ റിജക്റ്റ് ആവുക. സോ വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ എ വിസ. ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് നൗ സെക്ഷൻ. സോ ഇതാണ് ടോട്ടൽ 7 സ്റ്റെപ്പ് ഫോർ ഗെറ്റിംഗ് എ വിസ ഫ്രം ഇറ്റലി കൺസുലേറ്റ്. ഐഡൻറ്റിഫൈ ദ വിസ ടൈപ്പ്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഏത് കാറ്റഗറി പെടുന്ന വിസയ്ക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 days എബോവ് ആണ് ടോട്ടൽ സ്റ്റേ പീരീഡ് നോക്കുന്നു എങ്കിൽ യു ഷുഡ് അപ്ലൈ ഫോർ ലോങ് സ്റ്റേ വിസ. സോ ഈ കോമൺ ഇൻഫോർമേഷൻ ഷീറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഹോൾ വിസ ഡീറ്റെയിൽ, അതായത് ഷോർട്ട് ടേം വിസ, ലോങ് ടേം വിസ, റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ബയോമെട്രിക് ആർക്കൊക്കെ എടുക്കണം, ടോട്ടൽ വിസ ഫീസ് എത്രയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം. സോ ഇതിൽ എന്താണ് ഷോർട്ട് സ്റ്റേ വിസ? വിസ ഡ്യൂറേഷൻ നോട്ട് മോർ ദാൻ 90 days ഡ്യൂറിങ് 180 day പീരീഡ്. വിസ ഡ്യൂറേഷൻ ടോട്ടൽ 90 daysൻ്റെ ഉള്ളിൽ ആണെങ്കിലാണ് ഷോർട്ട് സ്റ്റേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഞാൻ ഷോർട്ട് സ്റ്റേ വിസയുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. സോ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് വാലിഡിറ്റി ഓഫ് പാസ്പോർട്ട്. വാലിഡിറ്റി മിനിമം 3 months അറ്റ്ലീസ്റ്റ് 2 blank പേജസും ഇഷ്യൂഡ് വിത്തിൻ പ്രീവിയസ് 10 years ആയിരിക്കണം. സോ തേർഡ് വൺ സിംഗിൾ എൻട്രി ഓർ മൾട്ടിപ്പിൾ എൻട്രി വിസ. സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഒരു തവണ ഷെങ്കൻ കൺട്രിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് സിംഗിൾ എൻട്രി വിസ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ എൻട്രി പറയുന്നത് മൾട്ടിപ്പിൾ ടൈംസിൽ നമുക്ക് ഷെങ്കൻ കൺട്രിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാം. അതായത് നമ്മൾ ഇവിടെ നാട്ടിൽ നിന്ന് ഒരു ഇറ്റലിയിൽ പോയിട്ട് ഇറ്റലിയിൽ തിരിച്ച് പിന്നെയും നാട്ടിൽ വന്ന് പിന്നെയും നാട്ടിൽ നിന്ന് പിന്നെ ഇറ്റലിയിൽ പോകാൻ പറ്റുന്നതാണ് മൾട്ടിപ്പിൾ എൻട്രി വിസ എന്ന് പറയുന്നത്. അടുത്തത് ഹൗ ലോങ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ ഇൻ്റർനെറ്റ് വിസിറ്റ് ഷുഡ് ഐ അപ്ലൈ. സോ എത്ര ദിവസം മുൻപ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം? അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം ഇഫ് അവർ ട്രാവൽ ഡേറ്റ് ഈസ് നോ മോർ ദാൻ 6 months. ട്രാവൽ ഡേറ്റ് 6 months ഉള്ളിൽ ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. വിസ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് 15 days ആണ് പറയുക. വിസ അപ്രൂവ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടാൻ മാക്സിമം 45 days ആണ് അക്കോർഡിംഗ് ടു ദ റീസെൻറ്റ് ന്യൂസ്. സോ അത് പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ട്രാവൽ ഇൻഷുറൻസ്. മിനിമം ഇൻഷുറൻസ് കവർ പറയുന്നത് 30,000 euros ആണ്. കവറിംഗ് എമർജൻസി, മെഡിക്കൽ, ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് റിപ്പാട്രിയേഷൻ ഇൻക്ലൂഡിംഗ് ഇൻ കേസ് ഓഫ് ഡെത്ത് മസ്റ്റ് ബി വാലിഡ് ഫോർ എൻറ്റയർ ഷെങ്കൻ ഏരിയ. എൻറ്റയർ ഷെങ്കൻ ഏരിയയിലും വാലിഡ് ആയിരിക്കണം ഇൻഷുറൻസ് ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. അതായത് ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ഇപ്പോൾ നമ്മൾ 20 days ട്രാവൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 22 days ഇൻഷുറൻസ് നമ്മൾ കവർ എടുക്കണം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, വാട്ട് ക്യാൻ ഐ ഡു ഇഫ് ദ വിസ ഈസ് റിഫ്യൂസ്ഡ്. വിസ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരുപാട് പേർക്ക് റിജക്ഷൻ വരാറുണ്ട്. അപ്പോൾ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഏജൻസി വഴിയാണ് കൂടുതൽ പേരും കൊടുത്തിട്ടുണ്ടാവുക. സോ അവരെന്ത് പറയും? വെയിറ്റ് ചെയ്യും, നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു 3 months കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 months കഴിഞ്ഞിട്ട് പുതിയ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് പറയും. സോ അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള പ്രോസസ്സ് പോകണ്ട. അത് എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയി എന്നൊരു റീസൺ കൊടുത്തിട്ടുണ്ട്. ആ റീസൺ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പീലിന് കൊടുത്താലും നമുക്ക് 50% ചാൻസ് ഉണ്ട് കിട്ടാനുള്ളത് വിസ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു ഷുഡ് നോ ബിഫോർ അപ്ലൈയിങ് ഫോർ എ വിസ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു റിമെമ്പർ. സോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക ബിഫോർ അപ്ലൈയിങ് ഫോർ എ വിസ. ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഏജൻസി വഴിയാണെങ്കിലും ഇത്രയും പോയിന്റ്സ് ഓർമ്മ വയ്ക്കുക. ആൻഡ് വൺ മോർ തിങ്,
ഇറ്റലി എംബസി കൺസുലേറ്റ് ഇന്ത്യയിൽ 4 പ്ലേസിലാണ് ഉള്ളത്. ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത. സോ ഇതിൽ നമ്മുടെ കൺസുലേറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ അണ്ടറിൽ വരുന്ന VFSൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലാണെങ്കിൽ കൺസുലേറ്റ് ഓഫ് ഇറ്റലി ഇൻ മുംബൈ ആണ് വരിക. സോ മുംബൈയിൽ അവരുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റും ചെയ്യേണ്ടത്. പാർട്ട് ബി, ആപ്ലിക്കേഷൻ ഫില്ലിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. വെബ്സൈറ്റ് ലിങ്ക് www.visa.viefsglobal.com/1pages/Italy/India/Mumbai/English/#tourist. ആദ്യം ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ടോപ്പ് കോർണറിൽ കാണാം അപ്ലൈ ഫോർ വിസ ടു ഇറ്റലി ഇൻ വെസ്റ്റ് ആൻഡ് സൗത്ത് ഇന്ത്യ. സോ ഈ വെബ്സൈറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫോം, ചെക്ക് ലിസ്റ്റ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് മുംബൈ കൺസുലേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന VFS സെൻറ്റേഴ്സിൽ മാത്രമുള്ളതാണ്. വിസ ടൈപ്സ് നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കുന്നു. ടൈപ്പ് സി, ടൈപ്പ് ഡി വിസ കാറ്റഗറി. ഈ ടേബിളിൽ നോക്കൂ. ഷെങ്കൻ സി ടൈപ്പ് ഷോർട്ട് ടേം വിസ കാറ്റഗറി. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടൂറിസ്റ്റ്, ബിസിനസ്, റിലീജിയസ്, സ്റ്റഡി, സ്പോർട്സ്, ട്രാൻസിസ്റ്റ്, സീമെൻ, ഇൻവിറ്റേഷൻ ഇങ്ങനെയുള്ള കാറ്റഗറിയാണ്. ടൈപ്പ് ഡി എന്ന് പറയുന്നത് ലോങ് ടേം വിസയാണ്. റിലീജിയസ്, റീ എൻട്രി, സ്റ്റഡി, സ്പൗസ്, എംപ്ലോയ്മെൻറ്റ്, ഫാമിലി റീയൂണിയൻ ആൻഡ് സോ ഓൺ. ഇതിൽ ഏതാണോ കാറ്റഗറി അത് സെലക്ട് ചെയ്യുക. ഇതിൽ ടൂറിസം പർപ്പസ് ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ടൂറിസ്റ്റ് സെലക്ട് ചെയ്യുക. ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഫോർ നൗ കൂടുതൽ ആൾക്കാരും ടൂറിസ്റ്റാണ് അപ്ലൈ ചെയ്യാറ്. സോ ഞാൻ ടൂറിസ്റ്റ് സെലക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാ കാറ്റഗറിയും. ഡോക്യുമെൻസിൽ കുറച്ച് ചേഞ്ചസ് വരും. ടൂറിസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ടാബ്സ് കാണാം. ഓവർവ്യൂ, വിസ ഫീസ്, ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്, ഫോട്ടോ സ്പെസിഫിക്കേഷൻ, അപ്ലിക്കേഷൻ ഫോം. ഓവർവ്യൂ, ടൂറിസ്റ്റ് വിസയുടെ ജനറൽ ഇൻഫോർമേഷനാണ് ഈ ഓവർവ്യൂവിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടാബാണ് വിസ ഫീസ്. വിസ ഫീസ് A-B-C കാറ്റഗറി പെടുന്ന വിസയ്ക്ക് ആണെങ്കിൽ €80, അതായത് 7,000 അപ്രോക്സിമേറ്റ്ലി വരും. ഇനി ഏജ് ഗ്രൂപ്പ് 16 to 12 ആണെങ്കിൽ €40. 6 വയസ്സിനും താഴെയാണെങ്കിൽ ചാർജസ് ഒന്നുമില്ല. ഇത് കൂടാതെയാണ് അഡീഷണൽ VFS ഗ്ലോബൽ സർവീസ് ചാർജ് ആയിട്ട് ₹500 അപ്രോക്സിമേറ്റ്ലി കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്. ഇതാണ് ടൂറിസ്റ്റ് വിസയുടെ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ആദ്യത്തെ ഡോക്യുമെൻറ്റ് പാസ്പോർട്ടാണ്. പാസ്പോർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്യൂഡ് വിത്തിൻ 10 years ആയിരിക്കണം. 2 blank pages ഉണ്ടായിരിക്കണം. 3 months വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് വിസ ആപ്ലിക്കേഷൻ ഫോം. വിസ ആപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കവറിംഗ് ലെറ്റർ ഒറിജിനൽ, നോട്ട് ഫോട്ടോകോപ്പി ഇഫ് അപ്ലിക്കൻ്റ് ഈസ് എ പ്രൊപ്പറേറ്റർ. ലെറ്റർ ഹെഡിൽ തന്നെ വേണം. കവർ ലെറ്ററിൽ കൊടുക്കേണ്ടത് നെയിം ഓഫ് അപ്ലിക്കൻ്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ട്രാവലിംഗ്, ഡേറ്റ്സ്, ഇറ്റിനറി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, ടോട്ടൽ ട്രിപ്പ് എക്സ്പെൻസ്, സ്പോൺസേർഡ് ആണോ അതോ പേഴ്സണൽ ആണോ, ലൈക്ക് കമ്പനി സ്പോൺസേർഡ് ആണോ ഓർ ഫാമിലി. ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അവരിനെ സ്പോൺസർ ചെയ്യാം. ഐ എം കവറിങ് ഫോർ ഹെർ എക്സ്പെൻസ് ലൈക്ക് ദാറ്റ് യു ക്യാൻ മെൻഷൻ ഇൻ ദ കവറിംഗ് ലെറ്റർ. നെക്സ്റ്റ് വൺ ഈസ് ലീവ് സാങ്ഷൻ ലെറ്റർ. കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ലീവ് സാങ്ഷൻ ലെറ്റർ കമ്പനിയിൽ നിന്ന് കിട്ടും. ആ ഒരു ഡോക്യുമെൻറ്റും കൂടി വേണം. ട്രാവൽ ഐറ്റിനറി, അക്കോമഡേഷൻ ഡീറ്റെയിൽ, ഹോട്ടൽ, ട്രിപ്പ് പ്ലാൻസ്, എവറിത്തിങ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. മൈനേഴ്സിൻ്റെ കേസിൽ കൺസെൻറ്റ് ഓഫ് അതർ പാരൻറ്റ്, അതായത് ഇപ്പോൾ കുട്ടിയുടെ ഒരു പാരൻറ്റ് ലൈക്ക് മോം ഈസ് ട്രാവലിംഗ്, മോം മാത്രമേ ട്രാവൽ ചെയ്യുന്നുവെങ്കിൽ ഡാഡിൻ്റെ കൺസെൻറ്റ് ലെറ്റർ വേണം ആൻഡ് വൈസ് വെർസ. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, സാലറി സ്ലിപ്പ് ഇഫ് എംപ്ലോയിഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒറിജിനലി സൈൻഡ് ആൻഡ് സ്റ്റാമ്പ്ഡ് ബൈ ദ ബാങ്ക്. ഇപ്പോൾ കുറേ പേര് ഇതൊക്കെ ശ്രദ്ധിക്കാണ്ട് പോകും. ലൈക്ക് ഒറിജിനൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ പേജിലും ബാങ്ക് സീൽ ആൻഡ് സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ആ ഒറിജിനലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി വിസ റിഫ്യൂസ് ആവാൻ. ഇതിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്താൽ പോലും വിസ റിഫ്യൂസ് ആവും. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഈസ് ITR ഫോർ ലാസ്റ്റ് 3 months ITR സബ്മിറ്റ് ചെയ്യണം. ഇൻ കേസ് ഓഫ് ബിസിനസ് മാൻ ആണെങ്കിൽ ഒറിജിനൽ കമ്പനി ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പാസ്പോർട്ട് ആൻഡ് വിസ കോപ്പീസ് ഓഫ് ദ അപ്ലിക്കേഷൻ, പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും.
പിന്നെ വിസ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ റീസെൻ്റായിട്ട് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ഫോട്ടോ കോപ്പീസ് ഓഫ് ഓൾ പ്രീവിയസ് ഷെങ്കൻ വിസയും ഫോട്ടോ കോപ്പീസ് ഓഫ് ആൾ വാലിഡ് US UK വിസ ഉണ്ടെങ്കിൽ അതും കൂടി സബ്മിറ്റ് ചെയ്യുക. ദെൻ മെഡിക്കൽ ഇൻഷുറൻസ്, ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എയർ ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് റിസർവേഷൻ പ്രിൻ്റ് ഔട്ട്. സോ ഇതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻ്റ്. സം ടിപ്സ്. VFS ഡേറ്റ് എടുത്തതിന് ശേഷം ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ ഓർ ഇപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന ആളുടെ ഡോക്യുമെൻറ്റ്സ് റെഡി ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഡിക്ലറേഷൻ ഓഫ് മിസ്സിംഗ് ഡോക്യുമെൻറ്റ് ഫിൽ ചെയ്ത് കൊടുക്കാം VFSൽ. ലേറ്റർ വിത്തിൻ റിക്വയർഡ് ടൈമിൽ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം ഡയറക്റ്റ് ടു എംബസി. ഇതാണ് ആ ഡിക്ലറേഷൻ ഫോം. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ഇൻവിറ്റേഷൻ ലെറ്റർ ഫോം, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ഫോട്ടോ സ്പെസിഫിക്കേഷൻ. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. 3.5 x 4.5 ഷെങ്കൻ സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. സ്പെസിഫിക്കേഷൻ നോട്ട് ചെയ്തോളൂ, ഞാൻ ഇവിടെ കൊടുക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് അപ്ലിക്കേഷൻ ഫോം. അപ്ലിക്കേഷൻ ഫോം, ഇതാണ് അപ്ലിക്കേഷൻ ഫോം. സോ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുണ്ട്. സോ ഈ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഫിൽ ദ ഡീറ്റെയിൽസ്. സോ ഇതിൽ ഫോർ ഓഫീസ് യൂസ് എന്നൊരു സെക്ഷൻ കാണാം ഈ സൈഡിലുള്ളത്, അതൊന്നും ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഫോട്ടോ, ഷെങ്കൻ സൈസ് ഫോട്ടോ ആണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ 1 to 9 സെക്ഷൻ, അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യേണ്ട സെക്ഷനാണ്. ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത്. നാഷണാലിറ്റി ഡിഫറെൻ്റ് ആണ്, അത് കൊടുക്കുക. മെയിൽ, ഫീമെയിൽ, സിവിൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ സിംഗിൾ ആണോ. 10th പറയുന്നത് മൈനേഴ്സ് ആണെങ്കിൽ അത് ഫിൽ ചെയ്യുക. നാഷണൽ ഐഡൻറ്റിറ്റി നമ്പർ പറഞ്ഞാൽ ആധാർ നമ്പർ. ടൈപ്പ് ഓഫ് ട്രാവൽ ഡോക്യുമെൻറ്റ്, ഓർഡിനറി പാസ്പോർട്ട് ആണെങ്കിൽ അത് കൊടുക്കുക. സോ ഇതെല്ലാം ഫിൽ ചെയ്യണം. അറ്റ് ലാസ്റ്റ് സൈനും ചെയ്യണം. സോ ഇത് ഞാൻ ഫുള്ളായി പറയുന്നില്ല, ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓർ കോൺടാക്ട് മീ ഓൺ വാട്സാപ്പ്. സോ ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഇത്രയേ ഉള്ളൂ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാനായി. പാർട്ട് സി, VFS ബുക്കിംഗ്. ഫസ്റ്റ് ഓപ്പൺ ദിസ് വെബ്സൈറ്റ് www.visa.vfsglobal.com/India/en/ita/register. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് VFSൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ്. ഇതിലാദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. യൂസിങ് യുവർ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എൻ അക്കൗണ്ട്, ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ID ആൻഡ് ഒരു പാസ്വേഡ് കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ആക്ടിവേഷൻ ലിങ്ക് മെയിലിൽ വന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം സൈൻ ഇൻ പേജിൽ പോയി ഇമെയിൽ ആൻഡ് പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കൂടി വേണ്ടി വരും. സോ ഫോൺ നമ്പറിൽ OTP വരും, ആ OTP സബ്മിറ്റ് ചെയ്യുക. സോ ഈ സ്റ്റെപ്സ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ്, ഇതിൽ അപ്ലിക്കേഷൻ സെൻറ്റർ ഏതാണോ അത് കൊടുക്കുക. കേരള റീജിയൻ ഉള്ളവർക്ക് മുംബൈ കൺസുലേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന VFSൽ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് മുംബൈ കൺസുലേറ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിലിപ്പം മുംബൈ, ട്രിവാൻഡ്രം, കൊച്ചി ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. സപ്പോസ് കൊച്ചിയും VFSലാണ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയും കൊടുക്കുക. ചൂസ് ആൻ അപ്പോയിൻമെൻറ്റ് കാറ്റഗറി, ഷോർട്ട് ടേം കൊടുക്കുക. ദെൻ സബ് കാറ്റഗറി ടൂറിസ്റ്റ് കൊടുക്കുക. സോ ഏർലിയസ്റ്റ് ബുക്കിംഗ് സ്ലോട്ട് ഇതിൽ കാണിക്കും, ഏത് ഡേറ്റിലാണ് ഇപ്പോൾ ഏർലിയസ്റ്റ് ആയിട്ട് ബുക്കിംഗ് ചെയ്യാൻ പറ്റുമോ ആ ഡേറ്റ് നമ്മൾ ഇതിൽ കാണാൻ പറ്റും. സോ കണ്ടിന്യൂ ചെയ്യാൻ നെക്സ്റ്റ് പേജിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ കൊടുക്കുക. നെയിം, അഡ്രസ്, പാസ്പോർട്ട് നമ്പർ എല്ലാം കൊടുക്കുക ആൻഡ് ക്ലിക്ക് ഓൺ സേവ്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആഡ് ആയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആഡ് ആപ്ലിക്കൻറ്റ് കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് സേവ് ചെയ്യുക.
സോ ഇതിലെ സർവീസ് ഫീ എന്ന് പറയുന്നത് 532 റുപ്പീസ് ആണ് അപ്പാർട്ട് ഫ്രം VFS ഫീസ്. ഇത് പേ ചെയ്തിട്ടാണ് ബുക്കിംഗ് എടുക്കേണ്ടത്. സോ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. സോ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. OTP ജനറേറ്റ് ചെയ്തതിന് ശേഷം OTP കൊടുക്കുക. 3 അറ്റംപ്റ്റേ ഉള്ളൂ. സക്സസ്ഫുൾ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഇനി ഏതാണോ ഡേറ്റ്, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് പിക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ഡേറ്റ്. ഇതിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഡേറ്റ് ഏതാണ് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ട് കാണാം. അത് സെലക്ട് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. നെക്സ്റ്റ് പേജിൽ അവരുടെ സർവീസ്, അതായത് ട്രാവൽ ഇൻഷുറൻസ്, അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ടുള്ള സർവീസ് വേണമെങ്കിൽ അത് കൊടുക്കാം. കൊറിയർ, സിം കാർഡ്, പ്രീമിയം ലോഡ്ജ്, അങ്ങനെയുള്ള എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അതിൻ്റെ കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് എക്സ്ട്രാ വേണമെങ്കിൽ അതിൽ ആഡ് ഓൺ ചെയ്യാം. അതിനുശേഷം ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. അറ്റ് ലാസ്റ്റ് റിവ്യൂ സെക്ഷൻ, ഓൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് റിവ്യൂ സെക്ഷൻ, ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. സോ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് കംപ്ലീറ്റ് ആവും. ഇമെയിലായിട്ടും PDF ആയിട്ടും അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഈ ലെറ്ററും ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സും ആണ് VFSൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ക്യാഷ് ആയിട്ട് VFS ഫീസും ബയോമെട്രിക് ഫീസും കൊറിയർ ചാർജസ് അങ്ങനെയുള്ള ചാർജസ് എല്ലാം VFSൽ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഇറ്റലി വിസിറ്റിംഗ് വിസയുടെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.